ത്രിക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ത്രിക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? മെൻഡലീവ്, ന്യൂലാൻഡ്, ഡോബർണിയർ, മോസ്ലി. ഡോബർണിയർ. താഴെ തന്നിരിക്കുന്നവയിൽ നിർവീര്യം ഓക്സൈഡിന് ഉദാഹരണം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ നിർവീര്യ ഓക്സൈഡിന് ഉദാഹരണം ഏത്? CO, N2O, Cl2O7, As2O3. CO ആണ് കറക്റ്റ് ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് അല്ലാത്തത് ഏത്? BF3, NH3, H2O, AlCl3, OH-, CO3+. താഴെ തന്നിരിക്കുന്നത് ലൂയിസ് ആസിഡ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ലൂയിസ് ആസിഡ് അല്ലാത്തത്, അതായത് NH3, OH-, H2O. തന്നിരിക്കുന്നവയിൽ അമ്ലശക്തി കൂടിയ ആസിഡ് ഏത്? തന്നിരിക്കുന്നവയിൽ അമ്ലശക്തി കൂടിയ ആസിഡ് ഏത്? HCl, HF, HBr, HI. അമ്ലശക്തി കൂടിയ ആസിഡ് ഏത്? HI ആണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓക്സീകരണവുമായി ബന്ധമുള്ളത് ഏതൊക്കെ? ഓക്സീകരണവുമായി ബന്ധമുള്ളതാണ് ചോദിക്കുന്നത്. ഏത് ഇനം അല്ലെങ്കിൽ വർഗത്തിനും ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നത്? ഓക്സിജൻ മൂലം ഒരു പദാർത്ഥത്തോട് ചേർക്കുന്നത്. പദാർത്ഥത്തിലെ മൂലകത്തിന്റെ ഓക്സീകരണ സംഖ്യയിലെ വർധനവ് ഉണ്ടാകുന്നത്. ഇവയെല്ലാം. അപ്പം ഇതിന് ആൻസർ ഇവയെല്ലാമാണ്. ഓക്സീകരണ ബന്ധമുള്ളത് ഈ എല്ലാ സെൻറ്റൻസിനും ബന്ധമുണ്ട്. ഓക്കെ. കാർബണിൻ്റെ വിവിധ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളെക്കുറിച്ച് പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? കാർബണിൻ്റെ വിവിധ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? തെറ്റായതാണ് ചോദിക്കുന്നത്. വജ്രം ഉയർന്ന താപചാലകത കാണിക്കുന്നു. ഡ്രൈസലിൻ്റെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നു. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമാണ് ഫുള്ളറീനുകൾ. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബൺ രൂപങ്ങളാണ് ഗ്രാഫീൻ. ഇതെല്ലാം ശരിയാണെന്നാണ് പറയുന്നത്. ഓക്കെ. ശോഷകാരക രാസവള നിർമ്മാണം, പെട്രോളിയം ശുദ്ധീകരണം, പെയിന്റ് നിർമ്മാണം എന്നീ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രധാന രാസവസ്തു ചുവടെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? ശോഷകാരം, രാസവള നിർമ്മാണം, പെട്രോളിയം ശുദ്ധീകരണം, പെയിന്റ് നിർമ്മാണം എന്നീ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രധാന രാസവസ്തു HCl, HNO3, H2SO4, NH3. H2SO4. S ബ്ലോക്ക് മൂലകങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? എസ് ബ്ലോക്ക് മൂലകങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കൂടുതൽ ലോഹ സ്വഭാവം, കുറഞ്ഞ അയോണീകരണ ഊർജം, കൂടിയ ഇലക്ട്രോനെഗറ്റീവ് സ്വഭാവം പീരിയോഡിക് ടേബിൾ 1-2 ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നു. ശരിയായത് ഏതെല്ലാം? ലോഹ സ്വഭാവം കാണിക്കുന്നു. കൂടുതൽ കറക്റ്റാണ്. കുറഞ്ഞ അയോണീകരണ ഊർജം കറക്റ്റാണ്. കൂടി ഇലക്ട്രോ നെഗറ്റീവ് സ്വഭാവമല്ല, ഇലക്ട്രോ പോസിറ്റീവ് സ്വഭാവമാണ് എസ് ബ്ലോക്കിനുള്ളത്. ഓക്കെ. പീരിയോഡിക് ടേബിൾ 1-2 ഗ്രൂപ്പുകൾ കാണപ്പെടുന്നതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. കാർബോളിക് ആസിഡ് എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത്? കാർബോളിക് ആസിഡ് എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത്? സാലിസിലിക് ആസിഡ്, അനിലിൻ, ഫിനോൾ, ബെൻസീൻ.
കാർബോളിക് ആസിഡ് ഫിനോളാണ്. ഓക്കെ. ലോഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് ഏതെല്ലാം? ലോഹങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് ഏതെല്ലാം? സാധാരണയായി ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു. പൊട്ടാസ്യം, സോഡിയം എന്നീ ലോഹങ്ങൾ ക്രിയാശീലം വളരെ കൂടുതലാണ്. ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ക്രിയാശീലം കുറഞ്ഞു വരുന്നു. ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ഇവയെല്ലാം ശരിയാണ്. സാധാരണ ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പൊട്ടാസ്യം, സോഡിയം എന്നീ ലോഹങ്ങൾ ക്രിയാശീലം വളരെ കൂടുതലാണ്. ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണി മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത് ക്രിയാശീലം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ. ചുവടെയുള്ള ലോഹങ്ങളെയും അവയുടെ അയിരുകളെയും ശരിയായി ക്രമീകരിക്കുക. ചുവടെയുള്ള ലോഹങ്ങളെയും അവയുടെ അയിരുകളെയും ശരിയായി ക്രമീകരിക്കുക. അലൂമിനിയം, സിങ്ക്, അയൺ, ഹേമറ്റൈറ്റ്, ക്രയലൈറ്റ്, കലാമിനം. ശരിയായിട്ട് ക്രമീകരിക്കുക. അവിടെ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് 1 അലൂമിനിയം ക്രിയോലൈറ്റ്, 2 സിങ്ക്, കലാമിന്, അയൺ, ഹേമറ്റൈറ്റ്. ഓക്കെ. ഒരു അർദ്ധ സെല്ലിൽ ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡിനെ വിളിക്കുന്നതെന്ത്? ഒരു അർദ്ധ സെല്ലിൽ ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡിനെ വിളിക്കുന്നതെന്ത്? സാൾട്ട് ബ്രിഡ്ജ്, കാഥോഡ്, ആനോഡ്, ഇലക്ട്രോലൈറ്റ്. ആനോഡ്. ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡിനെ വിളിക്കുന്നത് ആനോഡ്. ഓക്കെ. ഏത് ലോഹത്തിൻ്റെ ശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുത വിശ്ലേഷണ സെല്ലിലാണ് അതേ ലോഹത്തിൻ്റെ തന്നെ അശുദ്ധമായ ഇലക്ട്രോഡ് ആനോഡായി ഉപയോഗിക്കുന്നത്? ഏത് ലോഹത്തിൻ്റെ ശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുത വിശ്ലേഷണ സെല്ലാണ് അതേ ലോഹത്തിൻ്റെ തന്നെ അശുദ്ധമായ ഇലക്ട്രോഡ് ആനോഡായി ഉപയോഗിക്കുന്നത്? അലൂമിനിയം, Pb, Sn, Cu ആണ് ഉപയോഗിക്കുന്നത്. മോൺട്സ് പ്രക്രിയയിലൂടെ വേർതിരിക്കുന്ന ലോഹമേത്? മോൺസ്ഡ് പ്രക്രിയയിൽ പ്രവർത്തിക്കുന്ന ലോഹമേത്? അയൺ, ലെഡ്, മെർക്കുറി, നിക്കൽ. നിക്കലാണ് കറക്റ്റ് ആൻസർ. വിവിധ സബ്ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതൊക്കെ? സബ്ഷെൽ SpDF. പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2, P6, D10, F18. ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. എസിൽ എത്രയാണ്? 2. പിയിൽ എത്രയാണ്? 6. ഡിയിൽ എത്രയാണ്? 10. എഫിൽ 18 ആണോ? അല്ല. കറക്റ്റ് ആൻസർ 1, 2, 3 ആണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അലസവാതകം ഏത്? ഹീലിയം, നിയോൺ, ഹൈഡ്രജൻ, ആർഗൺ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അലസവാതകം ഏത്? അലസവാതകം ആർഗൺ ആണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അലസവാതകം ആർഗൺ ആണ്. അടുത്തത്, 1-ാം മഹായുദ്ധകാലത്ത് ജർമ്മനി രാസായുധമായി ഉപയോഗിച്ച വാതകം ചുവടെയുള്ളതിൽ ഏതാണ്? 1-ാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനി രാസായുധമായി ഉപയോഗിച്ച വാതകം ചുവടെയുള്ളതിൽ ഏതാണ്? നൈട്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, റേഡോൺ. ക്ലോറിനാണ്. ജ്വലന നിരക്ക് നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വാതകം ഏത്? ജ്വലന നിരക്ക് നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വാതകം നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, ഫോസ്ഫീൻ. നൈട്രജനാണ്. ജ്വലന നിരക്ക് നിയന്ത്രിക്കുന്നതിൽ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്, സഹായിക്കുന്നതല്ല. ഓക്കെ. താഴെ തന്നിരിക്കുന്നവയിൽ ജലത്തിൻ്റെ സ്ഥിര കാഠിന്യം മാറ്റുന്നതിനുള്ള മാർഗങ്ങളിൽ പെടാത്തത് ഏത്?
ജലത്തിൻ്റെ സ്ഥിര കാഠിന്യം മാറ്റുന്നതിനുള്ള മാർഗത്തിൽ പെടാത്തത് ഏത്? കാൽഗൺ രീതി, അയോൺ വിനിമയ രീതി, ക്ലാർക്ക് രീതി, കൃത്രിമ റെസിൻ രീതി. താഴെ തന്നിരിക്കുന്ന ജലത്തിൻ്റെ സ്ഥിര കാഠിന്യം മാറ്റുന്നതിനുള്ള മാർഗങ്ങളിൽ പെടാത്തത് ഏത്? ക്ലാർക്ക് രീതിയാണ് പെടാത്തത്. ഓക്കെ. അകാർബണീക ബെൻസീൻ എന്നറിയപ്പെടുന്ന സംയുക്തം ഏത്? അകാർബണീക ബെൻസീൻ എന്നറിയപ്പെടുന്ന സംയുക്തം ഡൈബോറേൻ, ഓർത്തോബോറിക് ആസിഡ്, ബോറാസിൻ, ബോറാക്സ്. ബോറാസിൻ ആണ് കറക്റ്റ് ആൻസർ.